ഹായ് ഓൾ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറയുന്നത് കീറ്റോ LCHF ഡയറ്റ് ഫോളോ ചെയ്യുന്നവർക്കൊക്കെ കഴിക്കാൻ പറ്റുന്ന ഒരു ലഞ്ച് മെനു ആണ്. നമുക്ക് എല്ലാവർക്കും അറിയാം കീറ്റോ അല്ലെ LCHF ഡയറ്റിൽ നമ്മുടെ റൈസ് വെച്ചുള്ള ചോറ് അലൗഡ് അല്ല. അതുകൊണ്ട് തന്നെ ചോറും കറികളുമൊക്കെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ടാവും. അപ്പോൾ ആ ഒരു മിസ്സിംഗ് ഒക്കെ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെയൊന്ന് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. അതിന് വേണ്ടിയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് കോളിഫ്ലവർ ആണ്. കോളിഫ്ലവർ ഇഷ്ടമില്ലാത്തവർക്ക് പോലും ആ ഒരു കുത്തലൊക്കെ ഇതിലില്ലാത്തത് കൊണ്ട് തന്നെ ഈ രീതിയിൽ ചെയ്തെടുത്താൽ വളരെയധികം ഇഷ്ടപ്പെടും. അപ്പോൾ എങ്ങനെയാണ് റെഡിയാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു വലിയ സൈസ് കോളിഫ്ലവർ ആണ് എടുത്തിട്ടുള്ളത്. ഇത് ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്ത് വെള്ളത്തിലൊന്ന് കഴുകി എടുത്തിരിക്കുന്നത് മാത്രമാണ്. അതുപോലെ കട്ട് ചെയ്യുമ്പോഴേക്കും തണ്ട് കുറച്ചായിട്ട് കട്ട് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് ആ ഒരു കൂടുതൽ കൊത്തൽ ഒഴിവാക്കാനായിട്ട് പറ്റും. ഇനി നമുക്ക് ഇതൊന്ന് ചെറുതായിട്ട് അരിഞ്ഞെടുക്കണം. ഒന്നെങ്കിൽ നോർമലി അരിയുന്നത് പോലെ അരിഞ്ഞെടുക്കുക, അതല്ലെന്നുണ്ടെങ്കിൽ ഗ്രേറ്ററിൽ ഗ്രേറ്റ് ചെയ്തെടുത്താലും നന്നായിട്ട് തന്നെ കിട്ടും. അല്ലെന്നുണ്ടെങ്കിൽ ഫുഡ് പ്രോസസ്സറോ അല്ലെങ്കിൽ ചോപ്പറിലൊക്കെ യൂസ് ചെയ്യുന്നത് നന്നായിരിക്കും. മിക്സിയിലിട്ട് അടിക്കാതിരിക്കുന്നതാണ് നല്ലത്. മിക്സിയിലിട്ട് അടിച്ചാൽ ആ ഒരു വെള്ളത്തിൻ്റെ കണ്ടൻറ്റ് വലുതായിട്ടുണ്ടാവും. അപ്പം ഞാൻ യൂസ് ചെയ്യുന്ന ഒരു ചോപ്പറാണിത്. കുറേ നാളുകളായിട്ട് യൂസ് ചെയ്യുന്നതാണ്. നല്ലൊരു ബ്രാൻഡ് ചോപ്പർ തന്നെയാണിത്. അപ്പോൾ ഇതിലേക്ക് ഫ്ലോററ്റ്സ് ഇതേപോലെ ഇട്ട് കൊടുക്കുക. ആ ഒരു ഇതിൻ്റെ കപ്പാസിറ്റി അനുസരിച്ച് ഇട്ട് കൊടുക്കുക. വലുതായിട്ടുള്ള ഫ്ലോററ്റ്സ് ഒക്കെ ഒന്ന് സെപ്പറേറ്റ് ചെയ്ത് ചെറുതാക്കി ഇട്ട് കൊടുക്കുന്നത് നന്നായിരിക്കും. വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാൻ പറ്റുന്നൊരു റൈസാണ് ഇത്. ഇതേ രീതിയിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കണം. ഇനി ഇത് അടച്ച് വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് ചോപ്പ് ചെയ്തെടുക്കാം. നമ്മൾ ചോപ്പ് ചെയ്തെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഗ്രേറ്റ് ചെയ്തെടുക്കുമ്പോഴേക്കും മാക്സിമം കനം കുറഞ്ഞ് അതുപോലെ ചെറിയ പീസസ് ആക്കി എടുക്കുകയാണെങ്കിൽ അത് നമ്മുടെ എക്സൈറ്റ് എടുത്തത് ഒരു പാനിലേക്ക് ഒന്ന് ഇട്ടിട്ട് കുറച്ച് നെയ്ക്ക് മാത്രം ഒന്ന് വെള്ളം ഒഴിച്ച് കൊടുക്കുക. കൂടെ പിങ്ക് സോൾട്ട് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അടച്ചു വെച്ചോ അല്ലെ തുറന്നാണെങ്കിലും കുക്ക് ചെയ്താൽ മതിയാകും. ഒരു 3-4 മിനിറ്റ്സ് മതി. അതിനുള്ളിൽ നന്നായിട്ട് തന്നെ കുക്ക് ചെയ്ത് കിട്ടും കോളിഫ്ലവർ. അപ്പോൾ ഇതേപോലെ ഇപ്പോൾ നന്നായിട്ട് കുക്ക് ചെയ്ത് വന്നിട്ടുണ്ട്. ഇനിയാണ് കുത്തലില്ലാതാവാനുള്ള നമ്മുടെ മെയിൻ ട്രിക്ക് ഉള്ളത്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു അരിപ്പയുടെ മേളിൽ ഇതുപോലത്തെ ഒരു തുണി ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മളിതൊന്ന് ഒഴിച്ചു കൊടുക്കുകയാണ്. ആ ചൂടോട് കൂടി തന്നെ ഒഴിച്ചു കൊടുക്കുന്നു. ഇനി ഇതിനെ നന്നായിട്ടൊന്ന് നമ്മൾ ഡ്രെയിൻ ചെയ്തെടുക്കുകയാണ്. ഇനി ഇതാ തുണിയോട് കൂടിയിട്ട് നമ്മൾ പനീറൊക്കെ ഉണ്ടാക്കാനായിട്ട് വെക്കുന്ന കണക്കറായി നന്നായിട്ടൊന്ന് ഞെക്കി ഇത് ഫുള്ള് വെള്ളം നമുക്കൊന്ന് കളഞ്ഞെടുക്കണം. നല്ല ചൂടുണ്ട്, ശ്രദ്ധിക്കണം. അപ്പോൾ ഇതേ രീതിയിൽ ചെയ്തെടുക്കുമ്പോഴാണ് ആ ഒരു വെള്ളത്തിലാണ് കോളിഫ്ലവറിൻ്റെ കുത്തലൊക്കെ പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അല്ലാതെ നോർമൽ രീതിയിൽ ഞാൻ കോളിഫ്ലവർ റൈസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് കറക്റ്റ് ഒരു കോളിഫ്ലവർ തോരൻ കഴിക്കുന്ന ഒരു ഫീല് അങ്ങനെയാണ് വന്നിട്ടുള്ളത്. അപ്പോൾ ഈ കോളിഫ്ലവറിൻ്റെ ആ ഒരു തണ്ടൊക്കെ ഇല്ലേ, കോളിഫ്ലവർ ബ്രൊക്കോളിയുടെ ഒക്കെ തണ്ട് നമുക്ക് മറ്റ് റെസിപ്പികളിൽ യൂസ് ചെയ്യാം. ഇപ്പോൾ ഇത് കംപ്ലീറ്റ്ലി വെള്ളമൊക്കെ പോയി കഴിഞ്ഞിട്ടുള്ള കോളിഫ്ലവറാണ് കാണിക്കുന്നത്. അത് ആ സെയിം പാനിലേക്ക് ഒന്ന് ഇട്ട് കൊടുത്തിട്ട് ചെറുതായിട്ട് ഇനിയും എന്തെങ്കിലും വെള്ളത്തിൻ്റെ അംശം ഉണ്ടെങ്കിൽ ഒന്ന് പോകാൻ വേണ്ടിയിട്ട് മാത്രം ഒന്ന് കുറച്ച് നേരം ഒന്ന് സോട്ട് ചെയ്ത് കൊടുക്കുക. ഓയിലോ അങ്ങനെ മറ്റു ആവശ്യങ്ങളൊന്നുമില്ല. നമുക്ക് ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്ത് കൊടുത്താൽ മാത്രം മതി.